അല്ലാതെ ഈ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണാതെ പഠിച്ച് മാർക്ക് മേടിച്ച് ക്ലാസ്സിൽ ഫസ്റ്റായ സിസ്റ്റത്തോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. ദയവ് ചെയ്ത് അധ്യാപകരും രക്ഷകർത്താക്കളുമൊക്കെ എന്നോട് ക്ഷമിക്കണം. ഞാനിത് പറയുന്നത് പഠിക്കാത്ത ഒരു പയ്യനായതുകൊണ്ടല്ല, സ്കൂളിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ഒരു പയ്യനായതുകൊണ്ടാണ് ഈ പറയുന്നത്. SLCക്ക് എൻ്റെ സ്കൂളിലെ ടോപ്പറായി തന്നെയാണ് ഞാൻ പാസ്സായത്. പക്ഷേ വിദ്യാഭ്യാസം എന്നത് സാവിദ്യ യാ വിമുക്ത എന്നാണ്. എഡ്യൂക്കേഷൻ, എഡ്യൂസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഡെറിവ് ചെയ്തു എന്ന് പറയുന്നു. ടു ഡ്രാ ഔട്ട് എന്നാണ് എഡ്യൂസിൻ്റെ അർത്ഥം. പുറത്തു കൊണ്ടുവരിക. ഓരോ കുട്ടികളെയും അവരെ തിരിച്ചറിഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നതാവണം യഥാർത്ഥ വിദ്യാഭ്യാസം. നിങ്ങളുടെ മുന്നിലുള്ള കുട്ടികൾക്ക് ഈ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ, പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരെ തിരിച്ചറിയാൻ കൂടി ഓരോ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ നാളെയിൽ നിങ്ങൾക്ക് അഭിമാനിക്കത്തക്ക ഒരു മകനായോ മകളായോ വളർന്നു വരാനും ഈ നാടിന് പ്രയോജനപ്പെടുന്ന ഒരു കുട്ടിയായി മാറാനും അവന് കഴിയൂ എന്നത്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ തല്ലുക, അധ്യാപകരുടെ ശകാരം കേൾക്കുക. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടികൾ തോറ്റ് വളരാൻ പഠിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചേക്കാനാണ് പറഞ്ഞേക്കുന്നത്. ജീവിതത്തിൽ തോൽക്കാൻ കഴിയാത്ത ഒരാളും ജയിച്ച ചരിത്രമില്ല. നിങ്ങൾ എത്രത്തോളം പരാജയപ്പെടുന്നോ അത്രത്തോളം വിജയത്തിൻ്റെ സാധ്യതകളെ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഒരുപാട് തോറ്റ് ജയത്തിൻ്റെ സാധ്യതകൾ തേടി കണ്ടെത്തിയ ഒരാളാണ് ഞാൻ. പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നു. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ പലപ്പോഴും നന്നായി സംസാരിക്കാറുണ്ടെന്നോ എനിക്ക് ഭയങ്കര അറിവും ബോധമൊക്കെ ഉള്ള ഒരാളാണെന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം. എന്നാലും എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനപരമായിട്ട് +2 മാത്രമാണ്. ഞാൻ ഫാത്തിമ കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. ഞാൻ ഡിഗ്രി പാസ്സല്ല. അതിൻ്റെ കാരണം എനിക്ക് എഴുതിയെടുക്കാൻ പറ്റാഞ്ഞിട്ടും ആയിരുന്നില്ല. എനിക്ക് +2-ന് ഇംഗ്ലീഷിന് 92 മാർക്കുണ്ടായിരുന്നു 100-ൽ. പക്ഷേ BSc മാത്സിന് ഞാൻ ഇംഗ്ലീഷ് എക്സാം എഴുതിയിട്ടില്ല. ഞാൻ ഡിഗ്രി വേണ്ടെന്ന് തീരുമാനിച്ചവനാണ്. 21 വയസ്സിൽ ആ നിമിഷം ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഒരുപാട് അവഗണനകളും ഒരുപാട് പരിഹാസങ്ങളും ഒക്കെ കേട്ടു വളർന്ന ഒരു കുട്ടിക്കാലത്ത് നിന്നും സമൂഹം അംഗീകരിക്കുന്ന ഒരാളായി മാറാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിലൂടെ എനിക്ക് പരമാവധി നേടിയെടുക്കാൻ കഴിയാവുന്ന ഒരു അച്ചീവ്മെൻ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ ലോകം ഭരിക്കുന്ന 3 മേഖലകൾ സിനിമയും സ്പോർട്സും രാഷ്ട്രീയവുമാണ്. ഈ 3 മേഖലയിലും സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ദൗർഭാഗ്യവശാൽ പല സ്കൂളുകളിലും ഞാനിത് കാണാറില്ല. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന പല ആൾക്കാരും ഇന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടവരായി മാറിയേനെ. അവർക്ക് അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. പക്ഷേ ദയവ് ചെയ്ത് അധ്യാപകരെ, രക്ഷകർത്താക്കളെ, നിങ്ങളുടെ മക്കളുടെ യഥാർത്ഥ കലാവാസന, അത് കലയായിക്കോട്ടെ, കായികമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും മേഖലയായിക്കോട്ടെ, നിങ്ങളൊന്ന് അവരെ നിരീക്ഷിക്കൂ. അവരിലുള്ള ഏറ്റവും മിടുക്കനെ അല്ലെങ്കിൽ മിടുക്കിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കൂ. പഠിക്കുന്നതാണ് അവൻ്റെ കഴിവെങ്കിൽ, പഠിച്ച് പാസ്സായി ഒരു ഡോക്ടർ ആവണം, ഒരു എഞ്ചിനീയർ ആവണം, ഒരു വക്കീലാവണം, ഇതൊക്കെയാണ് കഴിവെങ്കിൽ പഠനത്തിനെ പ്രോത്സാഹിപ്പിക്കൂ. മറ്റെന്തെങ്കിലും കഴിവ് അവനിൽ ഉറങ്ങിക്കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ സ്ഫടികം സിനിമയിലെ ആടുതോമെ 2 രീതിയിലാക്കി മാറ്റാം. ആടുതോമയ്ക്ക് തല്ലാൻ അറിയാമെങ്കിൽ ഗുണ്ടയാക്കി മാറ്റാം. ആടുതോമയ്ക്ക് തല്ലാൻ അറിയാമെങ്കിൽ രാജ്യത്തിന് അഭിമാനം സമ്മാനിക്കാവുന്ന, ഒളിമ്പിക്സിൽ സ്വർണം നേടിയെടുക്കാൻ കഴിയാവുന്ന ഒരു ബോക്സറാക്കി മാറ്റാം. ഗുണ്ടയാക്കണോ ബോക്സറാക്കണോ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. ഇത് പറയാതെ പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.